നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവിതത്തിൽ പുരോഗതി, വിജയം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നടപ്പിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മറ്റൊന്നുമല്ല, മടിയും അലസതയും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക എന്നുള്ളതാണ്. മടിയും അലസതയും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. അപ്പോൾ നമുക്കറിയാം, വിജയിച്ച ആളുകളൊക്കെ അവരൊക്കെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് മടി, അലസത കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കഠിനാധ്വാനം ചെയ്യാൻ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളാണ്. അവർ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്ക് മടിയുണ്ട്, പക്ഷേ മടിക്ക് അവർ കീഴടങ്ങുന്നില്ല. അവർ ആക്ഷൻ എടുക്കുന്നു. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പരാജയപ്പെട്ട ആളുകളൊക്കെ അവർ മടി പിടിച്ചിരിക്കുന്നു. രണ്ട് കൂട്ടരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഇതാണ്. അവരുടെ മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, പക്ഷേ ഈ ആക്ഷൻ എടുക്കുന്നതിൽ മടിയില്ലാതെ ചെയ്യുന്ന ആളുകൾക്ക് വലിയ വിജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. മടിയുള്ള ആളുകൾ അങ്ങനെ മടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഈ മനുഷ്യന്മാരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അലസത, മടി എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവയ്ക്ക് കീഴടങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മളെപ്പോൾ കീഴടങ്ങുന്നു അലസതയ്ക്ക്, അപ്പോൾ നമ്മളുടെ പരാജയം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കും, എനിക്ക് വർക്ക് ചെയ്യണം, എനിക്ക് വളരണം, ഇതൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എന്നാലും ചിലപ്പോൾ വല്ലാത്തൊരു മടിയാണ്, ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, എല്ലാ മനുഷ്യന്മാർക്കും, വിജയിച്ചവനും പരാജയപ്പെട്ടവനും ഒക്കെ ഈ മടി എന്ന അവസ്ഥ ഉണ്ട്. അലസത, മടി, ഇത് ഉള്ള കാര്യമാണ് എല്ലാവർക്കും. റൈറ്റ്. ഇപ്പോൾ ഒരു തിയറി ഉണ്ടല്ലോ, ഇനർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെ, ഫിസിക്സിൽ. അതായത് ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ചലിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും, അത് ചലിക്കാതിരിക്കുകയാണെങ്കിൽ അത് ചലിക്കാതെ ഇങ്ങനെ ഇരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുകയും, അല്ലേ? അങ്ങനെ ആണല്ലോ ആ തിയറി വരുന്നത്. ഇനർഷ്യ എന്നോ ആണെന്ന് തോന്നുന്നു, ജഡത്വം എന്നോ അങ്ങനെ എന്തോ ഒരു തിയറി ഉണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതായത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഇഷ്ടം. എന്നാൽ നമ്മൾ നല്ല ചെറുതായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിങ്ങനെ മുന്നോട്ട് പോകും. റൈറ്റ്. അപ്പോൾ നമ്മൾക്ക് ഈ വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി ആക്ഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ. പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്, അല്ലേ? ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റു, കുളിച്ചു, ഫ്രഷായി ഇവിടെ വന്നിരിക്കുന്നു. അത് ചെയ്യാതെ നമുക്ക് ബെഡിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനും ഇഷ്ടപ്പെട്ട കാര്യമാണ്, അല്ലേ? മഴ പെയ്യുന്നു, തണുപ്പുണ്ട്. പക്ഷെ അതിനെതിരെ നമ്മൾ ചിന്തിച്ച് നമ്മൾ എണീറ്റു, ഫ്രഷായി ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ അതിന് നമ്മളൊരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. ആ ആക്ഷൻ നമ്മൾ എഴുന്നേറ്റു, ബാത്റൂമിൽ പോയി, ഫ്രഷ് ആവാൻ തുടങ്ങി, കുളിച്ചു. അപ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് ഉഷാർ വന്നു. പിന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടാവാം. പിന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളവിടെ നമ്മുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ച് നമ്മൾ ആക്ഷൻ എടുത്തു, നമ്മളിവിടെ വന്നിരുന്നു, ഇത് കേൾക്കുന്നു. റൈറ്റ്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല, ഇന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും കുറച്ച് സമയം ഇത് ക്ലാസ് കഴിഞ്ഞ് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കി അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിയുന്നു, പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, മൊബൈലിൽ ഇങ്ങനെ നോക്കി ഇരിക്കുന്നു, വേറെ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്ന് സമയം കുറേ കഴിയുന്നു. റൈറ്റ്. അപ്പോൾ നമ്മൾ ഇനർഷ്യ എന്നുള്ള അവസ്ഥ അതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു. എന്നാൽ നമുക്ക് ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് താൻ. ഇത് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ടെൻഷനുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത്തരം ആക്ഷൻസ് എടുത്ത് ചെയ്യുവാൻ തുടങ്ങാം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും മടി ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും അലസത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ വിജയിച്ച ആളുകൾ അതിനെതിരെ ചലിച്ച് അവർ ആക്ഷനിലേക്ക് പോകുന്നു. അങ്ങനെ ആക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോൾ അവർ മുന്നോട്ട് പോകും. നമ്മൾക്കൊക്കെ ആക്ഷൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ആക്ഷൻ എടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. അതാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ റോക്കറ്റൊക്കെ പോകുന്ന സമയത്ത് അതിന് തുടക്കത്തിൽ നല്ല ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മുടെ മൈൻഡ് ഒന്ന് സ്ട്രോങ് ആയിട്ട്, യെസ് ഇത് ഞാൻ ചെയ്യും എന്ന് തീരുമാനിച്ച് ആക്ഷൻ എടുക്കുക. അവിടെ നമ്മൾ കുറച്ച് പവർ കൊടുക്കേണ്ടി. പിന്നെ അത് നമ്മൾ പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് അങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകും. നമ്മൾ ആ ചെയ്യുന്ന ആക്ഷൻസ് ഇങ്ങനെ ചെയ്ത് പോയിക്കോളും.
ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി കുറച്ച് പവർ അത് ഏത് മനുഷ്യനും ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇരിക്കുന്ന റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ആക്ഷനിലേക്ക് പോകുമ്പോൾ ആ തുടക്കത്തിൽ കുറച്ച് പവർ, അത് നമ്മളെ മൈൻഡിൻ്റെ പവറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അതായത് ഈ മടി ഉണ്ടാക്കുന്ന ചിന്തകളൊക്കെ മാറ്റി വെച്ച് എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് ചിന്തിച്ച് ആക്ഷൻ എടുക്കുക എന്നുള്ളത്, അതിനുവേണ്ടി കുറച്ച് പവർ ഉപയോഗിക്കുക. പിന്നെ ആക്ഷൻ എടുത്തു തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. റൈറ്റ്. ഇനി വിജയിച്ച ആളുകളും പരാജയപ്പെട്ട ആളുകളും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഈ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അലസതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, ഈ മടി കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ ഇല്ലാത്ത ആളുകൾ, അവർ കൂടുതലും ഈ സുഖമുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നു കൂടുതൽ. ഓക്കെ. എന്തൊക്കെയാണ് സുഖമുള്ള കാര്യം? അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കുക, കിടന്നുറങ്ങുക, ഫോണിൽ ഫുൾ ടൈം നോക്കിയിരിക്കുക, കുറേ വീഡിയോസ്, ഇപ്പോൾ ന്യൂസ് ചാനലുകളിലെ ഡിസ്കഷൻ കാര്യങ്ങൾ കണ്ടെത്തുക, ആളുകൾ തമ്മിൽ അടിപിടി കാണുക, കുറേ തമാശകളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുക, വെറുതെ ചുമ്മാ കുറേ ഭക്ഷണം കഴിക്കുക, അതായത് കുറേ ജങ്ക് ഫുഡൊക്കെ കഴിക്കുക. പിന്നെ ഇങ്ങനെ കുറേ സുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഈ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ മടിയുള്ള ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ എത്രമാത്രം എൻജോയ്മെൻ്റ് ആവുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം ചിലവഴിക്കുന്നു, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ ഒന്ന് വിടുതൽ വാങ്ങി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ നിങ്ങൾ സുഖിയനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മടിയനാണ്. അത് പരാജയത്തിലേക്കുള്ള ഒരു വഴിയായിരിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കത് ഉൾക്കൊള്ളാതെ വയ്യ. റൈറ്റ്. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ സുഖമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലും കുറച്ച് ബുദ്ധിമുട്ടുന്ന കാര്യങ്ങൾ, അതായത് പെയിൻഫുൾ ആയിട്ടുള്ള, പെയിൻഫുൾ മീൻസ് നമ്മളെ ഡിസ്കംഫേർട്ട് ആക്കുന്ന, അസ്വസ്ഥമാക്കുന്ന, എന്നാൽ നമുക്ക് റിസൾട്ട് കൊണ്ടുതരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അതിൻ്റെ അളവ് കുറഞ്ഞു. എന്നാൽ വിജയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഡിസ്കംഫേർട്ട് ആക്കുന്ന, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതലായിരിക്കുകയും സുഖം കിട്ടുന്ന കാര്യങ്ങൾ വളരെ കുറച്ചുമായിരിക്കും അവരുടെ ജീവിതത്തിൽ. അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈലായിരിക്കും അവർ പിന്തുടരുന്നുണ്ടാവുക. ഇപ്പോൾ എക്സസൈസ് ചെയ്യുക, പുസ്തകങ്ങൾ വായിക്കുക, ഇതുപോലെ നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന പോലെ ക്ലാസ്സിൽ രാവിലെ എഴുന്നേറ്റ് ബുദ്ധിമുട്ടി വന്ന് ക്ലാസ്സിലിരിക്കുക, പിന്നെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി വർക്ക് ചെയ്യുക, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കംഫേർട്ടാണ്. പക്ഷേ ഈ കാര്യങ്ങൾ കൂടുതലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല. അവർ സിനിമ കാണുന്നുണ്ടാവും, മൊബൈൽ നോക്കുന്നുണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ച് അതിൽ കൂടുതൽ അവർ ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് അവർ കടക്കില്ല. നല്ല ഫുഡൊക്കെ അവർ കഴിക്കുന്നുണ്ടാവും, പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ അവർ കഴിക്കില്ല. അങ്ങനെ അവർ ശീലമാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഓ, ഇതൊക്കെ വലിയ കഠിനമായിട്ടുള്ള കാര്യങ്ങളല്ലേ, ഇങ്ങനെ എൻജോയ്മെൻ്റ് ഒന്നുമില്ലാതെ ലൈഫിൽ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ഹാപ്പിയാണ്. കാരണം അങ്ങനെ ഒരു ശീലം അവരുണ്ടാക്കിയെടുത്തു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് പരിചയമുള്ള ഒരു പയ്യനുണ്ടായിരുന്നു. പയ്യൻ മീൻസ് എന്നെക്കാളും ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 45, 46 ഒക്കെ ഏജ് ആയിട്ടുണ്ട്. 48 ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അന്ന് ചെറുപ്പം മുതൽ, ഇപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം ന്യൂസ് പേപ്പർ വീട്ടിൽ കൊണ്ടുവരുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4:30, 5 മണി, 5:30യുടെ ഉള്ളിൽ ന്യൂസ് പേപ്പർ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ എത്ര മണിക്കാണ് ഈ ന്യൂസ് പേപ്പർ എടുക്കാൻ പോകുന്നത്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ന്യൂസ് പേപ്പർ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് പുള്ളി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അന്നത്തൊക്കെ. 3 മണിക്ക് എണീറ്റ് എല്ലാ ദിവസവും. ഒരു ഒഴിവ് പോലും ഇല്ലല്ലോ. വല്ലപ്പോഴും അല്ലേ ന്യൂസ് പേപ്പറിനൊക്കെ ഒഴിവുണ്ടാവുന്നുള്ളൂ. അന്ന് ദിവസം ആ ഒരു ദിവസം മാത്രമേ അദ്ദേഹത്തിന് ഒഴിവ് കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിവിടെ 5 മണിക്ക് അല്ലെങ്കിൽ 5:30ക്ക്, ഇപ്പോൾ ചെറുപ്പകാലത്തിലൊക്കെ 5:30ക്ക് 6 മണിക്ക് എഴുന്നേൽക്കാൻ തന്നെ വലിയ മടിയായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഇത് സാധിക്കുന്നു? രാവിലെ 3 മണിക്ക് എഴുന്നേൽക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ചിലപ്പോൾ മഴയുണ്ടാവും, തണുപ്പുണ്ടാവും, മഞ്ഞുണ്ടാവും. ഇതെങ്ങനെ സാധിക്കുന്നു? അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷയമുള്ള കാര്യമല്ല. പുള്ളി പറഞ്ഞത് ഇതാരെന്താ പ്രശ്നം? അലാറം വെക്കുന്നു, എഴുന്നേൽക്കുന്നു, പോകുന്നു. ചിലപ്പോൾ അലാറം അടിക്കേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേൽക്കും. എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കത് നോർമലാണ്. കാരണം വർഷങ്ങളായിട്ട് തുടരുന്ന കാര്യം. വർഷങ്ങളായിട്ട് 3 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കാര്യം ആ വ്യക്തിക്ക് വളരെ ഈസി ആയിരിക്കും. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ നമുക്ക് ആലോചിക്കും 3 മണിക്ക് എഴുന്നേൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടാണ് തോന്നും. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് നോർമലാണ്.
അപ്പോൾ അതിന് കാരണം ഇതാണ്, ഇതൊരു സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറുകയും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതെ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്? അതോ കൂടുതൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്? അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവിലൊരു മാറ്റം വരുത്തുക. അറ്റ്ലീസ്റ്റ് ഒരു ബാലൻസിങ് കൊണ്ടുവരിക. അപ്പോൾ കൂടുതൽ സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിൻ്റെ അളവ് കുറച്ച്, കുറച്ച് ഡിസ്കംഫർട്ടബിളും എന്നാൽ നമുക്ക് വലിയ റിസൾട്ടും ജീവിതത്തിൽ മാറ്റങ്ങളും കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, വായിക്കുക, ദിവസം വ്യായാമം ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ അവ നമുക്ക് വലിയ റിസൾട്ട് കൊണ്ടുവരും. കംഫർട്ടബിൾ ആകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആ സമയം നമുക്ക് അല്പം സുഖം അനുഭവപ്പെടും എന്നല്ലാതെ ദീർഘകാലത്തിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു എൻജോയ്മെൻറ്റ് വേണ്ട എന്നുള്ള കേട്ടോ. എൻജോയ്മെൻറ്റ് വേണം, നിർബന്ധമാണ്. ഓക്കെ, എൻജോയ്മെൻറ്റ് വേണം. അത് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെ മടി മാറ്റുന്നതിനുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിരന്തരം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെ മടിയും അലസതയൊക്കെ കുറഞ്ഞ് 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 വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓക്കെ. അപ്പോൾ ആ ചോദ്യം, ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ആദ്യത്തെ ചോദ്യം, ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ആം ഐ ഡൂയിങ് നൗ? ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ചോദ്യം ഇടയ്ക്ക് ചോദിക്കുക. ഞാനിപ്പോൾ എന്ത് ചെറിയ കാര്യമാണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ എന്ത് ചെറിയ കാര്യമാണ് ചെറിയത് എന്നുള്ളത് അതിലേക്ക് ഞാൻ വരാം. ഈ 2 ചോദ്യം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടേ 2 ചോദ്യം. ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 2 ചോദ്യം നിങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിക്കുമ്പോഴേ നമ്മുടെ ഈ മനസ്സിൽ ഈ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചിന്തയിൽ മേൽ ഒരു സ്റ്റോപ്പ് വരികയും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു അവയർനെസ് മനസ്സിലേക്ക് വരികയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ അവയർനെസ് വരുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണം. ഓക്കെ. അങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കുമ്പോൾ ഈ ചിന്തകളുടെ മേൽ നമുക്കൊരു നിയന്ത്രണം വരികയും ഒരു പോസ് ലഭിക്കുകയും അതിൻ്റെ ശേഷം നമുക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു എനർജി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ചോദ്യം ഇടയ്ക്കൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് വല്ലാതെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, വെറുതെ ഒന്നും ചെയ്യാതിരിക്കുക, വെറുതെ ഫോണിലിരിക്കുക. ഇതിനിടയിലൊക്കെ ഒരു ബ്രേക്ക് വരുത്താൻ ഈ 2 ചോദ്യങ്ങളും നിങ്ങളെ സഹായിക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്ക് ചോദിക്കുക. ഇപ്പോൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക മനസ്സിൽ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ അവിടെ നിൽക്കും, നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ വരും, നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരും. പിന്നെ ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഓഫ് കോഴ്സ് ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നല്ല കർമ്മം തന്നെ. എന്നാൽ ചില സമയത്ത് അങ്ങനെ ആയേക്കില്ല. ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താണോ നിങ്ങളുടെ മനസ്സിലേക്ക് ചെയ്യുവാൻ തോന്നുന്നത് അത് നിങ്ങളെ ഡിസ്കംഫേർട്ട് ആക്കുകയും എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് ചെയ്യാം. അത് ചിലപ്പോൾ നിങ്ങളെ ബുക്ക് ഷെൽഫ് അറേഞ്ച് ചെയ്ത് വയ്ക്കുക, വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട് എഴുതുക, നിങ്ങളുടെ പ്ലാനുകൾ എഴുതി വെക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അടുത്ത ചോദ്യം ചെയ്ത് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടത്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത് നമുക്ക് വളരെ നോർമലായിട്ട് മാറുകയും അങ്ങനെ നമ്മുടെ ഹാബിറ്റായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഈ വെറുതെ ഇരിക്കുക, ചുമ്മാ ഇരിക്കുക എന്ന പരിപാടിയൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. ഈ വെറുതെ കുറേ സമയം ഇരിക്കുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. ഈ ടെൻഷൻ, സ്ട്രെസ്സ്, ഓവർ തിങ്കിങ് ഇതൊക്കെ വരുന്നത്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ആക്ഷൻ എടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ വളരെ കഠിനമായിട്ടുള്ള ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല. ചെറിയ ചെറിയ കാര്യങ്ങളായാലും മതി. ഓക്കെ. സ്മോൾ സ്മോൾ തിങ്സ് ആയാലും നമുക്ക് അത് ജീവിതത്തിലേക്ക് മാറ്റം കൊണ്ട് വരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെറിയ കാര്യമാണ് ചെയ്യേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ അത്രമാത്രം നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ആ ചെറിയ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൻ്റെ കാരണം പലപ്പോഴും ഈ പല മടിയുള്ള ആളുകളും കുറേ സമയം ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. എന്നാൽ ചെറിയ കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ മടി തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് വായിക്കുക.
ചെറിയ കാര്യം. ഒരു 10 മിനിറ്റ് നിങ്ങളെ റൂമൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ചെറിയ കാര്യം. ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്ലാനുകൾ എഴുതി വയ്ക്കുക. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങളെ ഗോളുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ച് അതിൻ്റെ പ്ലാനുകൾ എഴുതുക. ഉം. ഒരു 10 മിനിറ്റ് ഒന്ന് നടക്കാൻ പോവുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളാണ് വെച്ചാൽ ഈ ഇത്തരം വല്ലാതെ മടിയുള്ള ആളുകൾക്ക് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ മണിക്കൂറുകളും ദിവസവും ഒക്കെ ഇങ്ങനെ നിറയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വലിയൊരു ഒരു സംതൃപ്തി അനുഭവപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊരു ഫീല് നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ ഉം, നമുക്ക് ഒരുപാട് പ്രോഗ്രസ്സും ജീവിതത്തിൽ അനുഭവപ്പെടും. അപ്പോൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കരുത്. അത് വലിയ ഇതാണ്. അതായത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആലോചിച്ചിരിക്കുക, വെറുതെ ബെഡിൽ കിടക്കുക, വെറുതെ കുറേ നേരം മൊബൈലിൽ പല പല റീലുകൾ കാണുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ. ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടത്. എന്തൊക്കെ കർമ്മങ്ങൾ കൊണ്ട്, എന്തൊക്കെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രോഗ്രസ് കൊണ്ടുവരുവാൻ സാധിക്കും. അതൊക്കെ അല്പാൽപമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, നിരന്തരം ചെയ്യുമ്പോൾ നമ്മുടെ മടി, അലസത ഇതൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോവും. നമ്മളെപ്പോഴും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കും. നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്തായിരിക്കും. ആ സമയം നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഓക്കെ. അപ്പോൾ പ്രവർത്തികൾ കൊണ്ട് ദിവസം നിറയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ അത് വളരെ വളരെ കഠിനമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ട് ആകെ ബുദ്ധിമുട്ടി അങ്ങനെയൊന്നും വേണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാവും. പക്ഷേ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കണം. അതോടൊപ്പം നമുക്ക് റിസൾട്ടുകൾ ലഭിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. സുഹൃത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ മണിക്കൂറുകൾ അങ്ങനെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ കുറ്റം പറഞ്ഞ് അങ്ങനെ മണിക്കൂറുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ അത് പ്രൊഡക്റ്റീവ് അല്ല. അത് കംഫർട്ടാണ്. എന്നാൽ നമ്മളെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആളുകളെ വിളിക്കുന്നു, അവർ കോൺടാക്ട് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ അല്പസമയം വിനിയോഗിക്കുമ്പോൾ അത് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അവിടെ അത് നമ്മുടെ ജീവിതത്തിന് അത് ഉപകാരപ്രദമാണ്. കാരണം നല്ല ബന്ധങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നു. റൈറ്റ്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ചോദിക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെറിയ കാര്യമാണ് ചെയ്യേണ്ടത്? ഓക്കെ. ഈ ചെറിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അത്രയും മടിയുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയി ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ടാസ്ക് ഇടും. അത് ചെയ്യുക. ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് ചെയ്യുക. അടുത്തതിലേക്ക് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കുക. സമയം വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കാതിരിക്കുക. കംഫർട്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഡിസ്കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക. ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ആണോ? അല്ലെങ്കിൽ ഞാൻ കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ഗ്രാഫ് താഴേക്കായിരിക്കും പോവുക. അല്ല, കംഫർട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഡിസ്കംഫർട്ട് ആയിട്ടുള്ള എന്നെ ഉയർത്തുന്ന കാര്യങ്ങൾ ആണ് കൂടുതൽ ഞാൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാഫ് മുകളിലോട്ടായിരിക്കും പോവുക. ഓക്കെ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാം.